All, I'm Alfie Elizabeth Joseph, Assistant Professor, EEE Department, SNIT, Adur. Today I'm dealing with the Module 4 of Flexible AC Transmission System, and this is revision number 3. This is the syllabus for Module 4, and today this section will be dealing with phase angle regulator and its control of power flow. Flow controlled by phase angle regulators. Now, we have a sending end and receiving end and transmission line in between. Now, we have power flow control. So, phase angle regulator is insert sending end and transmission line insert. Now, phase angle regulator is equivalent voltage source, sinusoidal voltage source consider അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫേസ് ആംഗിളും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു AC വോൾട്ടേജ് സോഴ്സ് ആയിട്ട് വേണേ കൺസിഡർ ചെയ്യാം. ഒരു ഐഡിയൽ ഫേസ് ആംഗിൾ റെഗുലേറ്ററിന്റെ കേസ് പറയുവാണെങ്കിൽ V സിഗ്മ വിത്ത് റെസ്പെക്ട് ടു VS ആ ആംഗിൾ ഇറ്റ് ഈസ് സ്റ്റിപ്പുലേറ്റഡ് ടു വേരി വിത്ത് സിഗ്മ അനുസരിച്ച് വേരി ചെയ്യും. പക്ഷേ ആംഗുലർ ചേഞ്ച് ഡസ് നോട്ട് ചേഞ്ച് മാഗ്നിറ്റ്യൂഡ് ആണ്. എന്ന് പറഞ്ഞാൽ VS എഫക്റ്റീവ് നമ്മൾ എങ്ങനെ എഴുതുന്നത് VS പ്ലസ് V സിഗ്മയാണ്. പക്ഷേ ആംഗുലർ ചേഞ്ച് ഇവിടെ ഐഡിയൽ റെഗുലേറ്ററിന്റെ കേസിൽ ഡസ് നോട്ട് അഫക്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ്. അപ്പോൾ VS എഫക്റ്റീവ് എന്ത് തന്നെയായിരിക്കും VS തന്നെയായിരിക്കും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു V. സോ ഇവിടെ നോക്കുക ഫേസ് ആംഗിൾ റെഗുലേറ്ററിന്റെ ഫേസ് ഡയഗ്രാം ആണ്. നമുക്ക് സെൻഡിങ് ഇൻ വോൾട്ടേജ് VSഉം റിസീവിങ് ഇൻ വോൾട്ടേജ് VR. അത് തമ്മിലുള്ള ആംഗിൾ ആണ് എന്ത് ഡെൽറ്റ. സോ ഇതായിരുന്നു നോർമൽ കേസ്. ഇനി നമ്മളൊരു ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആഡ് ചെയ്യുമ്പോൾ അതിനൊരു വോൾട്ടേജിനെ ഇഞ്ചെക്ട് ചെയ്യും. വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതാണ് V സിഗ്മ എന്ന് പറയുന്നത്. V സിഗ്മ ഒന്നെങ്കിൽ അത് ആഡ് ആവാം അല്ല കുറയ്ക്കാം. അപ്പോൾ VSൻ്റെ കൂടെ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്ലസ് V സിഗ്മ ആണെങ്കിൽ അപ്പം നമ്മുടെ ടോട്ടൽ എഫക്റ്റീവ് സെൻഡിങ് ഇൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS എഫക്റ്റീവ് ആവും. അപ്പോൾ അതിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ ഇത്രയും ഡെൽറ്റ ആണെങ്കിൽ ശരിക്കും ഈ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ആഡ് ചെയ്യുമ്പോൾ ഫേസ് ആംഗിൾ സിഗ്മ ആയിട്ടും ഒരു അഡീഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ചേഞ്ച് ചെയ്യും. ഒന്നെങ്കിൽ ഡെൽറ്റ പ്ലസ് സിഗ്മയാകാം അല്ല ഡെൽറ്റ മൈനസ് സിഗ്മയാകും. ഈ പറഞ്ഞ പോലെ വോൾട്ടേജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചെറുതായിട്ടൊന്ന് കൂടി VS എഫക്റ്റീവ് പ്ലസ് സിഗ്മ എന്ന് പറഞ്ഞാൽ VS പ്ലസ് V സിഗ്മ. ആ സമയത്ത് ആംഗിൾ എന്താവും ഡെൽറ്റയുടെ കൂടെ എന്ത് വരും ഡെൽറ്റ പ്ലസ് സിഗ്മയും കൂടെ വരും. അതാണ് ഈ കാണിച്ച ആംഗിൾ. ഇനി മറിച്ച് V സിഗ്മ കുറയുവാണ്, VS മൈനസ് V സിഗ്മയാണ്. അപ്പോൾ ആ കേസിൽ VS എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ VS എഫക്റ്റീവ് മൈനസ് സിഗ്മ. അപ്പം നമ്മുടെ ഡെൽറ്റയ്ക്ക് എന്താ ചേഞ്ച് സംഭവിച്ചത് ഡെൽറ്റ എന്നുള്ളത് ഡെൽറ്റ മൈനസ് സിഗ്മ ആയിട്ട് മാറും. സോ അങ്ങനെ ഫേസ് ആംഗിൾ കൺട്രോളും ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതുവഴി പവർ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇത് VX മൈനസ് V സിഗ്മ ഉണ്ട്. ഇത് VX സിഗ്മ ഈസ് ഈക്വൽ ടു 0 ഈ ലൈന് VX മൈനസ് സിഗ്മ VX പ്ലസ് സിഗ്മ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. സോ ഇനി അതേ സമയത്ത് പവർ വേഴ്സസ് ഡെൽറ്റ ആംഗിൾ കർവ് നോക്കുക. അപ്പോൾ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ഉപയോഗിക്കുമ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം റിയൽ പവർ 0 to 90 ഡിഗ്രി വരെ കൂടി പിന്നെ കുറയുമായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുക π/2ന് ശേഷവും നമുക്ക് ഈ ഫേസ് ആംഗിൾ റെഗുലേറ്ററിൻ്റെ ആംപ്ലിറ്റ്യൂഡ് Vനെ കൺട്രോൾ ചെയ്ത് എഫക്റ്റീവ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ സെൻഡിങ് ഇൻ ആൻഡ് റിസീവിങ് എത്രയാണ് π/2ൽ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോൾ പവർ ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് വരെ മാക്സിമം ലെവലിൽ തന്നെ നിൽക്കും. π/2ന് ശേഷം അത് 0ലോട്ട് റെഡ്യൂസ് ചെയ്ത് പോകുന്നില്ല, മറിച്ച് ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് ഇവിടെ നോക്കിക്കേ π/2 തൊട്ട് π പ്ലസ് സിഗ്മ അതായത് അവിടം വരെ എന്താണ് പവർ മാക്സിമം ആയിട്ട് റിമെയിൻ ചെയ്യുന്നുണ്ട്. സോ ഫേസ് ആംഗിൾ റെഗുലേറ്റർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവറിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല, പക്ഷെ ആ പവറിനെ അതിൻ്റെ മാക്സിമം വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഈവൻ ഇഫ് ഡെൽറ്റ ഇൻക്രീസസ് അബവ് π/2. അതായത് ഈ പടം നോക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും π/2 തൊട്ട് π/2 പ്ലസ് സിഗ്മ അത്രയും അളവിൽ എന്താ ചെയ്യുവാണ് π/2 പ്ലസ് സിഗ്മ അളവിൽ അതെന്താ ഡെൽറ്റ ആ പവർ മാക്സിമം ആയിട്ട് റിമെയിൻ ചെയ്യും. ഇത് π/2 പിന്നെ π/2 പ്ലസ് സിഗ്മ ആ റേഞ്ചിൽ സെയിം ആയിട്ട് നിൽക്കും. In effect, shifting the P versus delta curve to the right.
അപ്പം ഈ കർവിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. So P versus delta curve can also be shifted to the left. ഇനി ഇത് തിരിച്ച് ഇങ്ങോട്ട് മാറ്റാം. എങ്ങനെ? By inserting voltage of the angle regulator with an opposite polarity. ഒരു opposite polarity ഉള്ള ഒരു regulator, voltage ഉള്ള ഒരു regulatorനെ insert ചെയ്യുകയാണ് ഈ കർവ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് π/2 മുന്നേ maximum ആക്കി വെക്കാൻ പറ്റും. In this way, power transfer can be increased and maximum power reached at a generator angle less than π/2. അതായത് ഡെൽറ്റ ഈക്വൽ ടു π/2 മൈനസ് സിഗ്മ എന്ന് പറയുന്ന ആ റേഞ്ചിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവർ ട്രാൻസ്ഫറിനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും, മാക്സിമം പവർ റീച്ച് ചെയ്യാനും പറ്റും. നോക്കുക, നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യുന്ന ഫേസർ ഡയഗ്രാം ആൻഡ് ട്രാൻസ്മിറ്റഡ് പവർ വേഴ്സസ് ആംഗിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാഡ്രാറ്റിക് ബൂസ്റ്റർ. നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു എന്തുവാണ് ക്വാഡ്രാറ്റിക് ബൂസ്റ്റർ? ആംഗിൾ ടു ബി റെഗുലേറ്റഡ് ഈസ് ലാർജ്, അല്ലെ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൂടുതലാണെങ്കിൽ അവിടെ വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ഉണ്ടാവും, അതേപോലെ ആംഗിളിനും ചേഞ്ച് ഉണ്ടാവും. ആ സമയത്താണ് നമ്മുടെ ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രേച്ചർ ബൂസ്റ്റർ പോലെ ആയിരിക്കും. So if the angle of phasor V sigma, ഇത് V sigma എന്ന് പറയുന്ന phasor, അതിൻ്റെ ആംഗിൾ റിലേറ്റഡ് ടു ദ VS, ഈ VS എന്ന് പറയുന്ന phasor-നോട് നോക്കുവാണെങ്കിൽ 90 ഡിഗ്രിയാണ്. ഇറ്റ് ഇസ് ഫിക്സഡ് അറ്റ് പ്ലസ് ഓർ മൈനസ് 90 ഡിഗ്രി. അങ്ങനത്തെ കേസിലാണ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്തായിട്ട് മാറുന്നത്? ഒരു ക്വാഡ്രേച്ചർ ബൂസ്റ്റർ ആയിട്ട് മാറുന്നത്. അവിടെ VS എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ VS പ്ലസ് V സിഗ്മ തന്നെയാണ്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് VS സ്ക്വയർ പ്ലസ് V sigma square, Vs is equal to V. ഇനി പവർ വേഴ്സസ് ഡെൽറ്റ ആംഗിൾ കർവ് നോക്കുക ഒരു ക്വാഡ്രാറ്റിക് ബൂസ്റ്ററിന്റെ കേസിൽ. ബട്ട് അറൌണ്ട് π/2 V സിഗ്മ എന്ന് പറയുന്ന ഇൻജെക്ട് ചെയ്യുന്ന വോൾട്ടേജ് ഓൾമോസ്റ്റ് 0 ആയിട്ട് വരും. സോ പവറിന്റെ ഇക്വേഷൻ V സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ പ്ലസ് V സിഗ്മ ബൈ V ഇൻറ്റു കോസ് ഡെൽറ്റ. ഒരു ക്വാഡ്രേച്ചർ ബൂസ്റ്ററിന്റെ കേസിൽ ട്രാൻസ്മിറ്റഡ് പവറിന്റെ ഇക്വേഷൻ എന്താ? V സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ പ്ലസ് V സിഗ്മ ബൈ V ഇൻറ്റു കോസ് ഡെൽറ്റ. ആൻഡ് സോ ദ റിസൾട്ടിംഗ് കർവ് ഈസ് ഒബ്റ്റെയിൻഡ്. ക്വാഡ്രാറ്റിക് ബൂസ്റ്ററിന്റെ കേസിൽ പവർ വേഴ്സസ് ഡെൽറ്റ കർവ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻജെക്റ്റഡ് വോൾട്ടേജ്. ഇൻജെക്റ്റഡ് വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പവർ കൂടും. അപ്പോൾ ഐഡിയൽ ഫേസ് ആംഗിൾ റെഗുലേറ്ററിൽ പോലെ അല്ലാതെ ക്വാഡ്രേച്ചർ ബൂസ്റ്ററിൽ അത് എഫക്റ്റീവ് സെൻഡിങ് ആൻഡ് വോൾട്ടേജിന്റെ മാഗ്നിറ്റ്യൂഡിനെ കൂട്ടും. ഷണ്ട് സീരീസ് കോമ്പൻസേഷൻ അറിയാൻ നമുക്കറിയാം, അത് റിയാക്റ്റീവ് പവർ കോമ്പൻസേഷന് വേണ്ടിയാണ്. അതേസമയത്ത് ഫേസ് ആംഗിൾ റെഗുലേറ്റേഴ്സിന് റിയലും റിയാക്റ്റീവ് പവറിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ടോട്ടൽ VA എങ്ങനെ എഴുതാൻ പറ്റും? വോൾട്ട് ഇൻറ്റു I ആണ്. സോ V ഓഫ് ഫേസ് ആംഗിൾ റെഗുലേറ്റർ എന്താ? VS എഫക്റ്റീവ് മൈനസ് VS ചെയ്യുമ്പോഴാണ് ശരിക്കും V സിഗ്മ കിട്ടുന്നത്. VS എഫക്റ്റീവ് മൈനസ് VS ഇൻറ്റു I, ദാറ്റ് വിൽ ബി ഈക്വൽ ടു V സിഗ്മ ഇൻറ്റു I ഈക്വൽസ് V സിഗ്മ ഇൻറ്റു I എന്നാണ് VA കിട്ടുന്നത്. So the rating of the angle regulator is thus determined by the product of maximum injected voltage and the maximum continuous line current. അപ്പോൾ ആ ഫേസ് ആംഗിളിന്റെ റേറ്റിംഗിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന എങ്ങനെയാ? അത് ഇൻജെക്ട് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് V സിഗ്മയും അതേപോലെ ലൈൻ കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. What is the basic concept of voltage and phase angle regulator? How they differ in function? Draw the schematic of a three-phase angle regulator with thyristor tap changes having ternary proportion winding sections for discrete level voltage control and explain the working. Draw the phasor diagram of the three-phase angle regulator. For any queries, mail to alpha@snit@gmail.com. Thank you.